ഈ ഗ്യാസ് സിലിണ്ടറുടെ പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ഹോട്ടൽ ഉടമകൾക്കും ജീവനക്കാർക്കുമായിരുന്നു. ആ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോഴും ഇരിട്ടി കല്ലുമുട്ടിയിലൊരു ഹോട്ടലുണ്ട്, ഒരു ജനകീയ ഹോട്ടലുണ്ട്, കുടുംബശ്രീക്കാർ നടത്തുന്നൊരു ഹോട്ടലാണ്. ആ ഹോട്ടലിൽ ഇപ്പോഴും ഈ പ്രശ്നം നിലനിൽക്കുമ്പോഴും ഇവിടെ വരുന്ന ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകൾക്ക് നിന്നും കൂടുതൽ പൈസ വാങ്ങുകയോ അങ്ങനെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. നിലവിൽ എത്രയാണോ റേറ്റ്, ആ റേറ്റിൽ തന്നെയാണ് ഇപ്പോഴും ഈ ജനകീയ ഹോട്ടൽ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുമ്പോഴും ഇവിടുത്തെ ജീവനക്കാരും ആ പ്രശ്നം നേരിടുന്നുണ്ട്. പക്ഷേ അത് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാക്കാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ട ഒരു ജനകീയമായിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയാണ് ഈ കുടുംബശ്രീ ഹോട്ടൽ. എന്തായാലും ഇവരെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ആ വിശേഷങ്ങളിലേക്കൊന്നും പോകേണ്ടതുണ്ട്. എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം. പാചകവാതകം ലഭ്യത കുറഞ്ഞതോടെ ഹോട്ടലുകളുടെയും ലഘുഭക്ഷണശാലകളുടെയും പ്രവർത്തനം ദിവസങ്ങളായി പ്രതിസന്ധിയിലാണ്. മിക്ക സ്ഥലങ്ങളിലും ഹോട്ടലുകൾ അടച്ചിടേണ്ട അവസ്ഥയിലായി. തുറന്നു പ്രവർത്തിക്കുന്ന ചില ഹോട്ടലുകളിൽ ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടുകയും ചെയ്തു. ചായക്കും എണ്ണക്കടികൾക്കും 3 രൂപ വരെ കൂട്ടി വാങ്ങുന്ന ഹോട്ടലുകളും മലയോര മേഖലയിലുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധിക്കിടയിലും അടച്ചുപൂട്ടാതെയും വില വർദ്ധിപ്പിക്കാതെയും മുന്നോട്ടു പോവുകയാണ് ജനകീയ ഹോട്ടലുകൾ. ഇരിട്ടി മാടത്തിലെ ജനകീയ ഹോട്ടൽ ഈ നിലയിൽ പ്രതിസന്ധിക്കിടയിലും മുന്നോട്ടു പോകുന്ന ഭക്ഷണശാലയാണ്. ഇപ്പം നിലവിൽ ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ഹോട്ടൽ ഉടമകൾക്കും ജീവനക്കാർക്കൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത, ഈ പ്രശ്നം നിലനിൽക്കുമ്പോഴും ഇവിടെ വരുന്ന ആൾക്കാർക്ക് പൈസ കൂട്ടി വാങ്ങുകയോ അല്ലെങ്കിൽ ഇപ്പം നിലവിൽ എന്താണ് പൈസ എന്ന നിലവിൽ കൊടുക്കുന്നത്? എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പദ്ധതി ആയതുകൊണ്ടാണ് നമ്മൾ ഈ പൈസ നിരക്കി തന്നെ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നേരിടുന്നുണ്ടോ? ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് പൈസകളെല്ലാം നമുക്ക് എല്ലാത്തിനും കൊടുക്കാനൊന്നും തികയാറൊന്നുമില്ല. പിന്നെ ഇപ്പം നമ്മൾ കൂടുതലും അടുപ്പ് കത്തിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അടുപ്പ് കത്തിച്ചിട്ടാണ് ഇപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. എല്ലാവരും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇരിട്ടി ഭാഗങ്ങളിൽ ഈ ഒരു ഹോട്ടലാണ് ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് നമ്മളുള്ളത്. എന്നുവെച്ചാൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയായിരുന്നു വിശപ്പുരഹിത കേരള പദ്ധതി. അന്നേരം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിപ്പം എന്ത് പ്രതിസന്ധി നേരിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ചോറിന് എത്രയാണ് പൈസ? ചോറിന് ഇവിടെ ഇവിടുന്ന് കഴിക്കുന്നത് 30 രൂപ, പാർസൽ കൊടുക്കുന്നതിന് 35 രൂപ. ചെറിയ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ആളുകളുടെ അഭിപ്രായമൊക്കെ എങ്ങനെയാണ്? ആളുകളുടെ അഭിപ്രായം നല്ല അഭിപ്രായം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഭയങ്കര പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നത് ഗ്യാസിൻ്റെ ഒക്കെ. എന്നിട്ടും ഈ ഒരു ഹോട്ടൽ ജനകീയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കില്ല. ഒരു പ്രശ്നവുമില്ലാതെ ആൾക്കാരുടെ അടുത്ത് പൈസ കൂട്ടി വാങ്ങാതെ 30 രൂപയ്ക്ക് ചോറ് കൊടുക്കുന്ന 30 രൂപയ്ക്ക് തന്നെ മുന്നോട്ട് പോകുന്നത്. എന്താണ് ആ ഒരു സാഹചര്യം? ഇത് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിരുന്നു, വിശപ്പുരഹിത കേരളമായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആ കൺസെപ്റ്റോട് കൂടി തന്നെയാണ് ഞങ്ങൾ ജനകീയമായിട്ട് തന്നെയാണ് നേരിടുന്നത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗ്യാസ് വന്നപ്പോൾ ഗ്യാസ് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ മുട്ട ആംപ്ലേറ്റ് അടിക്കലങ്ങ് നിർത്തി. വിറക് ഇറക്കിയിടുന്നതുകൊണ്ട് വിറകിലാണ് അധികം എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നത്. ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു സർക്കാരിനോടുള്ള ഒരു പ്രതിബദ്ധത ഞങ്ങൾക്ക്, അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. പിന്നെ മറ്റുള്ള ഹോട്ടലിനേക്കാളും കുറച്ചും കൂടി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കതൊരു സന്തോഷം. പിന്നെ മത്സ്യമാണെങ്കിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക, സാധനങ്ങൾക്കൊക്കെ പൈസ കൊടുത്തിട്ടും അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതുവരെ പൈസ എങ്ങനെ കൂട്ടണം എന്ന് വിചാരിച്ചാൽ തന്നെ പുറമേയുള്ള ഹോട്ടലുകാർ ഞങ്ങളോട് പറയുന്നുണ്ട് 60-70 രൂപ ചോറിനായിട്ടുണ്ട്, നിങ്ങളൊരു 10 രൂപ കൂട്ടാൻ പറയുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു 10 രൂപ കൂട്ടണം. നമ്മളിത് പഞ്ചായത്തിൻ്റെ ഇതിലാണല്ലോ ഇതാക്കുന്നത്. ഒരിക്കലെങ്കിലും ഞങ്ങളൊരു 10 രൂപ കൂടുതൽ വാങ്ങണം നോക്കുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ അങ്ങനെ കൂട്ടാൻ തീരുമാനിച്ചിട്ടില്ല. സർക്കാർ എന്തായാലും ഞങ്ങളുടെ ഇത് എന്തായാലും മുഖവിലേക്ക് എടുക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തും എന്നുള്ള ഒരു ധാരണ നമ്മൾക്കുണ്ട്. നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ 12 മണി സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ആക്കാനാകുന്നില്ല. എന്തായാലും തീയും പുകയൊക്കെ ആക്കും എന്നാലും അത് ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങളതിലൊരു ആനന്ദം കണ്ടെത്തുന്നുണ്ട്. നമുക്ക് ഇത്രയും ആൾക്കാരെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ എന്താ പറയുക, നല്ല സന്തോഷത്തിൽ നല്ല ഭക്ഷണം കൊടുക്കുക വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അതിൽ ഞങ്ങൾ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. ഞങ്ങൾ 5 ആളുണ്ട് ഇവിടെ. ഞങ്ങൾ നല്ല ഒത്തൊരുമയോടുകൂടി വളരെ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്നത് അത് വലിയൊരു കാര്യമായിട്ടാണ് ഇവിടുത്തെ ജീവനക്കാർ കാണുന്നത്. എന്തായാലും ഇത്രയും പ്രതിസന്ധി നേരിടുമ്പോഴും അടുപ്പൊക്കെ കൂട്ടിയിട്ടാണ് ഇവിടെ ഭക്ഷണം തയ്യാറാക്കുകയും ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകൾക്ക് പ്രയാസമുണ്ട്. എന്തായാലും അതൊന്നും ഒരു വകവെക്കാതെ ഇവിടുത്തെ ജീവനക്കാർ ഭക്ഷണം കൊടുക്കുന്നത് ഇവിടുത്തെ ആൾക്കാർക്ക് അത് വലിയൊരു കാര്യം തന്നെയാണ്.